ഈ ഭീമൻ മാങ്ങയുടെ പേരാണ് ഗുദാദത്ത്. ഇതിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അവസാനം കിട്ടിയ ഉത്തരം കേരളത്തിലാണെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് സർപ്രൈസ്ഡായി. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഗുദാദത്ത് എന്ന പേരാണ്, നമ്മുടെ മലയാള തനിമയില്ലാത്തൊരു പേര്. അപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരിട്ടത്? നമ്മുടെ മലയാളത്തിൽ എത്രയോ വേർഡ്സ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേരിടായിരുന്നല്ലോ. പക്ഷേ പേരിതാണ് ഗുദാദത്ത്, അത് അംഗീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ട് ഇങ്ങനെ പേരിട്ടു എന്ന് പേരിട്ട ആൾക്കേ അറിയുള്ളൂ. എന്തായാലും ഇതിൻ്റെ ആ ഒരു അരോമയുണ്ടല്ലോ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അരോമയാണ്. ഒരു പെർഫ്യൂമിൻ്റെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള അരോമയാണ് ഈ മാങ്ങയ്ക്കുള്ളത്. വേണമെങ്കിൽ ഈ ഒരു സെൻറ്റിൽ പെർഫ്യൂം തന്നെ ഇറക്കാം, അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇതിൻ്റെ അരോമ. ഇതിൻ്റെ അരോമ എന്ന് പറയുന്നത് പ്രോപ്പർ മാംഗോ അരോമ മാത്രമല്ല ഉള്ളത്, കുറേ അണ്ടർ ടോൺസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു ഫ്ലോറൽ സെൻ്റൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അരോമയാണ് ഈ മാങ്ങയ്ക്കുള്ളത്. ഈ മാങ്ങ ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇതാ ഇത്രയും വലുപ്പമുണ്ട് ഈ മാങ്ങയ്ക്ക്. ഞാനിത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ റേറ്റ് 120 രൂപയാണ്. മല്ലികയ്ക്ക് 100 രൂപയുള്ളായിരുന്നു കിലോയ്ക്ക്, ഇതിന് പക്ഷേ 120 രൂപയാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള മാങ്ങയാണ് ഈ ഗുദാദത്ത് മാങ്ങ. ഈ ഒരു മാങ്ങ തന്നെ ഏകദേശം 600 ഗ്രാമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുദാദത്തിൻ്റെ ഫ്ലഷ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കളർ ഇതാ ഇങ്ങനെയാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള മാങ്ങയാണ്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗുദാദത്ത് മാങ്ങയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മധുരമാണ്. ഭയങ്കര മധുരമാണ്. മധുരത്തിന് കുറേ അണ്ടർ ടോൺസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പല ടൈപ്പ് മധുരത്തിൻ്റെ ഫ്ലേവർ എനിക്ക് കിട്ടിയ പോലെ തോന്നി. ചെറുതായിട്ട് തേനിൻ്റെ ആ ഒരു ടൈപ്പ് മധുരമൊക്കെ, ആ ഒരു ഫീലൊക്കെ എനിക്ക് ഈ മാങ്ങ കഴിച്ചപ്പോൾ തോന്നി. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാംഗോ ഫ്ലേവറിനെ സൈഡാക്കി കളഞ്ഞ മധുരമാണ് ഈ മാങ്ങയ്ക്കുള്ളത്. മാംഗോ ഫ്ലേവർ ഉണ്ട്, പക്ഷേ അത് കുറച്ചുകൂടെ സബ്ഡ്യൂഡ് ആയിട്ടാണ്. മാംഗോ ഫ്ലേവറിനെ കുറേ തള്ളി മാറ്റി ഞാനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് മധുരമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അത് നല്ല രസമുണ്ട്.